കർണാടക വിജയപുരയിലെ ബാങ്ക് കവർച്ചയിൽ മഹാരാഷ്ട്ര കർണാടക പോലീസ് സേനകൾ സംയുക്ത അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കവർച്ചാ സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ച കാർ മഹാരാഷ്ട്രയിലെ പാന്തർപുരയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ഇതിനെ തുടർന്ന് കാർ ഉപേക്ഷിച്ചെന്ന് വിജയപുര ജില്ലാ പോലീസ് മേധാവി. കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാണ്. സൈനിക വേഷത്തിൽ ആയുധങ്ങളുമായി എത്തിയ കവർച്ചാ സംഘം ജീവനക്കാരെ ബന്ദിയാക്കിയ ശേഷം 58 കിലോഗ്രാം സ്വർണവും 8 കോടി രൂപയുമാണ് കവർന്നെടുത്തത്. വടക്കൻ കർണാടകത്തിൽ ബാങ്ക് കവർച്ചകൾ നിത്യസംഭവമാവുകയാണ്. മാസത്തിൽ 1 എന്ന രീതിയിൽ മേഖലയിൽ നിന്ന് കവർച്ചാ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിജയപുരയിൽ നടന്നത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചകളിലൊന്നാണ്. 58 കിലോ സ്വർണവും 8 കോടി രൂപയിലേറെയും നഷ്ടപ്പെട്ടുവെന്നാണ് പ്രാഥമിക കണക്ക്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ കാറിൽ മഹാരാഷ്ട്രയിലേക്ക് കടന്നു. അവിടെ പാന്തർപുര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഇതിനെ തുടർന്ന് സംഘം വാഹനം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ മഹാരാഷ്ട്ര പോലീസുമായി കർണാടക പോലീസ് ബന്ധപ്പെട്ടിരുന്നു. ഇരു സേനകളും സംയുക്തമായി പരിശോധന നടത്തുകയാണ്. എന്തുകൊണ്ടാണ് കവർച്ചാ സംഘങ്ങൾ വടക്കൻ കർണാടകത്തെ കേന്ദ്രീകരിക്കുന്നത്? ബീദർ, ദാവൺഗരെ, ഒടുവിൽ വിജയപുര എന്നിങ്ങനെ പട്ടിക നീളുകയാണ്. കവർച്ച നടന്ന ശേഷം അതിർത്തി കടക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. ഇതിനാലാണ് സംസ്ഥാന അതിർത്തിയോട് ചേർന്നുള്ള പട്ടണങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിർത്തി കടന്നാൽ ഒളിസങ്കേതങ്ങൾ ഏറെയാണ്. ഒട്ടേറെ ബാങ്ക് കവർച്ച കേസുകൾക്ക് പിന്നിലും വടക്കേ ഇന്ത്യൻ സംഘങ്ങളാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ രാത്രി 7:30 സൈനിക വേഷത്തിൽ ആയുധങ്ങളുമായി എത്തിയ കവർച്ചാ സംഘം ജീവനക്കാരെ ബന്ദിയാക്കിയത്. ഇവരുടെ കയ്യിൽ തോക്കും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇന്നലെ കവർച്ച നടന്ന SBI ബാങ്കിന് സമീപത്തുള്ള കനറ ബാങ്ക് ശാഖയിലും നേരത്തെ സമാന രീതിയിൽ കവർച്ച നടന്നിരുന്നു. അന്ന് 57 കിലോ സ്വർണവും കോടിക്കണക്കിന് രൂപയുമാണ് നഷ്ടപ്പെട്ടത്. ബീദറിലുണ്ടായ ATM കവർച്ചാ കേസിലും ഇതുവരെയും പ്രതികളെ പിടികൂടാനായിട്ടില്ല. കവർച്ചകൾക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണ് എന്ന് പറയുക മാത്രമാണ് പോലീസ് ചെയ്യുന്നത്. ഇതുവരെ ഒരു കേസിൽ പോലും പ്രതികളെ പിടികൂടാനോ തൊണ്ടിമുതലുകൾ പിടിച്ചെടുക്കാനോ പോലീസിന് ആയിട്ടില്ല എന്നത് ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.